മോളെ, ഖബറില പച്ചമണ്ണ് ഉണങ്ങിയിട്ടില്ല, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. 100% മോളെ ചെയ്തത് തെറ്റാണ്. ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. സ്വന്തം ജീവൻ എടുക്കുക എന്നുള്ളത്, നിന്നെ 18 വർഷക്കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച, ഒരു മാസം കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. സോഷ്യൽ മീഡിയ മറക്കും, മാധ്യമങ്ങളും മറക്കും, അയൽക്കാരും മറക്കും, എല്ലാവരും മറക്കും. പക്ഷെ ഖബറിൽ എത്തുന്നിടം വരെ മറക്കാത്ത 2 ജീവനുകൾ ആ വീട്ടിലുണ്ടാവും. അവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ഓർക്കാമായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇത് മാതൃകയാക്കരുത് ആരും. മാതൃകയാക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ ഈ അവസ്ഥ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് 100% മോളെ ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിലേക്ക് നിന്നെ എത്തിച്ച ചിലരുണ്ട്, അവരെ നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയും. സ്വർണ്ണത്തിന് പെൺകുട്ടികളെ കച്ചവടം ഉറപ്പിക്കുന്ന കാരണവന്മാര്. ഞാൻ സത്യം പറയാലോ, നമ്മുടെ നാട്ടിലെ കല്യാണത്തിന്റെ വ്യവസ്ഥിതി മാറ്റി എഴുതണം. സ്വർണവും പണവും ഇല്ലെങ്കിൽ ആണിനും പെണ്ണിനും കല്യാണം കഴിക്കാത്ത ഇത് എന്തൊരു നാടാണിത്? ലക്ഷങ്ങൾ കടമാക്കുക, കെട്ടുന്ന പയ്യൻ കടമാകുക, കെട്ടിക്കുന്ന മാതാപിതാക്കൾ കടമാക്കുക. എന്തിനാണ് ഈ സംവിധാനം? കുപ്പിവളയും കഴുത്തിലൊരു കറുത്ത ചരട് ഇട്ടുകൊണ്ട് വന്നാൽ കൈ പിടിക്കാൻ നിന്റെ കൈയും വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടത് കൂടാ ഹൃദയം പങ്കിടാൻ ഒരു പാർട്ണറെ അല്ല, പോക്കറ്റ് നിറയ്ക്കാനാണ്. അതിനാണെങ്കിൽ വല്ല വാർക്കപ്പണിക്കും പോയിട്ട് പോക്കറ്റ് നിറയ്ക്കാം, അല്ലാതെ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. എന്തിനാണ് ഈ സ്വർണം കൊണ്ട് മൂടുന്നത്? ഒരു 70% പെൺകുട്ടികളുടെ വീട്ടുകാരുടെ അടുത്ത് തെറ്റാണ്. ദുരഭിമാനത്തിന്റെ പേരിൽ നിങ്ങൾ കൈ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെന്നിട്ട് അങ്ങനാകണം ഇങ്ങനാകണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾ ഒരൊറ്റ കാര്യം, മോളെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ വീടിന്റെ വാതിൽ തുറന്നാ കിടക്കുന്നത്. ആ സെക്കൻഡിൽ, ആ നിമിഷം മോള് തിരിച്ചു വരണം. എന്ത് വിഷയമുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൈ പിടിച്ച് കൊടുക്കുക. അല്ലാതെ മകൾ എന്തെങ്കിലും വിഷയം പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക്, മോളെ അത്രയും കടവാണ്, ഇവിടുന്നും കടവാക്കി അവിടുന്നും കടവാക്കി വാപ്പ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഇതൊക്കെ സ്വാഭാവികമല്ലേ മോളെ എന്ന് പറഞ്ഞാലും, ഞാനിപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബഹുഭൂരിഭാഗം പെൺകുട്ടികളും ഈ ഒരു തീരുമാനത്തിലെത്താനുള്ള പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സ്വന്തം പെൺമക്കളെ ഇതൊരു കച്ചവടമാക്കൽ, ഇറ്റ്സ് എ ഡേർട്ടി ബിസിനസ് ആയിട്ട് നമ്മുടെ ഈ കല്യാണങ്ങൾ മാറിയിരിക്കുകയാണ്.